ഈശോയിൽ വാത്സല്യമുള്ളവരെ, മിശിഹായുടെ അവതാരത്തിൻ്റെ മഹാജൂബിലി വർഷത്തിലെ ഈ വിശുദ്ധ വാരത്തിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ഏവർക്കും നേരുന്നു. ഇന്ന് ദുഃഖവെള്ളി. ഒരേ സമയം ദുഃഖവും പ്രത്യാശയും പകരുന്ന ദിനം. വൈ ഗുഡ് ഫ്രൈഡേ ഈസ് അറ്റ് ദ സെയിം ടൈം സോറോഫുൾ ആൻഡ് ഹോപ്പ്ഫുൾ. റോമ സാമ്രാജ്യത്തിൽ കള്ളന്മാർക്കും കാബാലികന്മാർക്കും നിശ്ചയിക്കപ്പെട്ടിരുന്ന ഹീനമായ ഒന്നായിരുന്നല്ലോ കുരിശുമരണം. മനുഷ്യവംശത്തിൻ്റെ പാപപരിഹാരാർത്ഥം ക്രിസ്തു സഹിച്ച പീഡാനുഭവവും അതിദാരുണമായ വേദനയും കഠോരമായ കഷ്ടപ്പാടുകളും നാം അനുസ്മരിച്ചുകൊണ്ട് ഈശോയോടൊപ്പം ഒരല്പമെങ്കിലും നാം വേദനയിൽ പങ്കുപറ്റുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. മിശിഹായുടെ ഉത്ഥാനം ലോകം മുഴുവനും പ്രത്യാശ പകരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പരമപരിശുദ്ധനായവൻ്റെ പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങൾ നമ്മുടെ ആത്മശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ചും മരണാനന്തര നിത്യജീവനെക്കുറിച്ചും നമുക്ക് പ്രത്യാശ പകരുന്നു. മരണം മൂലം മരണത്തെ കീഴടക്കിയവൻ കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി പ്രത്യാശയുടെ ചിഹ്നമാക്കി. കുരിശില്ലാതെ കിരീടമില്ലെന്നും സഹനമില്ലാതെ വിജയമില്ലെന്നും ഇവയെല്ലാം നമ്മെ പ്രത്യാശയിലേക്ക് ആനയിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്നും ഈ പുണ്യദിനത്തിൽ മിശിഹ നമ്മെ പഠിപ്പിക്കുന്നു. ലോകരക്ഷകനായ മിശിഹ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചനം ശ്രവിക്കാം. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അധ്യായം 3, വാക്യങ്ങൾ 10-11.